നിലവിലത്തെ സാഹചര്യത്തിൽ അടിയൊഴുക്ക് വളരെ പ്രശ്നമാണ്. മാത്രമല്ല നമ്മളിപ്പോൾ നേവി സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്റ്റിങ്ങർ ഉപയോഗിച്ച്, അതായത് ഈ നമുക്ക് ഈ സ്ക്യൂബ ഡൈവ് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഈ നദിയുടെ ആ ഭാഗത്തേക്ക് എത്തി അതിനുശേഷം ബോട്ട് ഓഫ് ചെയ്ത് ഓക്സിജൻ മാസ്ക് ഒക്കെ ധരിച്ച് ഈ സംഘാംഗങ്ങൾ ഈ ഡൈവ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എഞ്ചിൻ ഓഫ് ചെയ്ത് അവിടെ അങ്ങനെ ബോട്ട് നിലനിർത്തുക എന്നുള്ള ഒരു അവസ്ഥ അതുപോലും സാധ്യമാകില്ല. അതിനപ്പുറത്തേക്ക് സ്റ്റിങ്ങർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വെയിറ്റ് ഇട്ടുകൊണ്ട് ബോട്ടിനെ അവിടെ നിർത്താൻ പോലുമുള്ള സാഹചര്യം നിലവിലില്ല. അപ്പോൾ ഈ ഡൈവിങ് സാധ്യമാവില്ല എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിക്കാം. അതായത് ഈ ഘട്ടത്തിൽ, ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ ഡൈവിംഗ് സാധ്യമല്ല. ഇനിയും അശ്വിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നദിയുടെ ഒഴുക്ക് കുറയണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നദി ജലനിരപ്പ് താഴണം. അതടക്കം ഇത് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സ്ക്യൂബ ഡൈവിംഗ് സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. താൽക്കാലികമായി ഡ്രോൺ പരിശോധന ഈ സിഗ്നൽ പരിശോധനയ്ക്ക് വേണ്ടി അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലുള്ള ഡ്രോൺ പരിശോധന വീണ്ടും നടത്തും. ഇന്ദ്രപാലൻ സാറും സംഘവും, റിട്ടയർഡ് ജനറൽ അദ്ദേഹവും ഇന്ദ്രപാലൻ സാറും സംഘവും ഇവിടെ ഇപ്പോൾ ആ ഡ്രോൺ സ്റ്റേഷനിൽ ഡീകോഡ് ചെയ്യുന്നുണ്ട്. നിർണായകമായ ചില വിവരങ്ങൾ കിട്ടും. ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരത്തിൽ നമുക്ക് സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ സ്പോട്ട് ചെയ്ത 3 സ്ഥലങ്ങൾ, ആ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ക്യാബിൻ എവിടെ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാബിൻ എവിടെ എന്നുള്ള കാര്യം കണ്ടെത്തി ക്യാബിനിലെത്തി അർജുൻ ക്യാബിനിലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു തടസ്സം നേരിട്ടത്. അതിനകത്ത് ആ ഡ്രോൺ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ശ്രമകരമായ ദൗത്യമാണ്. മനുഷ്യസാധ്യമായതെല്ലാം കർണാടക സർക്കാരും റെസ്ക്യൂ ടീമും, അത് കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും NDRF സംഘമാണെങ്കിലും ഒടുവിലെത്തിയ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയെ നമ്മൾ കണ്ട ഇന്ദ്രപാലൻ സാറും സംഘത്തിന്റെയും പരിശോധനയാണെങ്കിലും അത് തുടരുന്നുണ്ട്. മനുഷ്യസാധ്യമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കണം. കാലാവസ്ഥ വില്ലനാകുമോ എന്നുള്ള കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കറുത്ത കാർമേഘങ്ങൾ ഇങ്ങനെ ഇരുണ്ടുമൂടി കിടക്കുകയാണ് ഇവിടെ. അതും വെല്ലുവിളിയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു മഴ പിടിച്ചാൽ അത് വീണ്ടും ഈ രക്ഷാദൗത്യം അതല്ലെങ്കിൽ ഈ തിരച്ചിൽ അത് വൈകിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി, മനുഷ്യസാധ്യമായതെല്ലാം നിലവിൽ ശിരൂരിൽ നടക്കുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നു. നിലവിൽ ഐബോർഡ് പരിശോധന, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതിൽ ക്യാബിൻ എവിടെ എന്നുള്ളത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് അനുസരിച്ചാകും അടുത്തുള്ള പിന്നീട് നടക്കാനുള്ള പരിശോധനകൾ എന്നതാണ്. പക്ഷേ അപ്പോഴും അവിടെയും ഈ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. പക്ഷേ ക്യാബിൻ എവിടെ എന്നുള്ളത് ഇനിയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 3 ലോഹഭാഗങ്ങൾ അത് ലോറിയുടേത് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ക്യാബിൻ എവിടെ എന്നുള്ള പരിശോധന അതിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്.